ഹായ്. അല്ല, എന്നാലും ഇത് ആരുടെ മുറിയാ? ദേ ആ ഇരിക്കുന്നതാണ് അനു, എൻ്റെ അനുശ്രീ. അവൾക്ക് ഞാൻ റാണി മാത്രമല്ല, എല്ലാവരും അദൃശ്യ. അബി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? കണ്ടൂടാത്ത കുട്ടിക്ക് നീ അല്ലാതെ വേറെ ആരെങ്കിലും കത്തെഴുതുവോ? അതിന് നമ്മളൊന്ന് കത്ത് കൊടുക്കാനല്ലോ. ടൂറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ആ പോയ വഴിയില്ലേ കണ്ട കാഴ്ചകളും കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായി. അതൊക്കെ ഒരു ഓഡിയോ നോട്ട്സ് ആക്കി ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കേട്ടു നോക്കി. എന്താ ചൂട്! അവിടെ നിന്ന് ഇത്രയും പ്രശ്നമില്ല. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. അതല്ല, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓ അതോ? ആ, അത് കൊള്ളാം. പാവം, ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. റാണി, എൻ്റെ അമ്മയ്ക്കും കണ്ണൂടാ ഇതുപോലെയാ. പക്ഷേ എൻ്റെ അച്ഛൻ പോകുന്ന എല്ലാ സ്ഥലത്തും അമ്മയും കൊണ്ടുപോകും. ഉത്സവത്തിനും പെരുന്നാളിനും. നമ്മുടെ അച്ഛൻ കാണുന്ന എല്ലാം അതിമനോഹരമായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയെ അച്ഛനോട് സ്നേഹിക്കുന്ന മറ്റൊരാളില്ല. അതുപോലെ എൻ്റെ അച്ഛനെ അമ്മയോളം മറ്റാർക്കും സ്നേഹിക്കാനും പറ്റില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് മറികടക്കാനാവാത്ത ഒരു പ്രതിസന്ധിയും ദൈവം ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി അഥവാ നമുക്ക് അതിന് പറ്റിയില്ലെങ്കിലേ അതിന് കൂട്ടായി മൂപ്പര് നമുക്കൊരാളെയും തരും. എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ കൊടുത്ത പോലെ. അമ്മയ്ക്ക് അച്ഛനായിരുന്നു എല്ലാം. രാത്രിയും പകലും നക്ഷത്രങ്ങളും അങ്ങനെ എല്ലാം. അമ്മ അമ്മയ്ക്ക് ചുറ്റും തീർത്തൊരു ലോകമുണ്ട്. അച്ഛനും ഞാനും ചേച്ചിയും അടങ്ങുന്നൊരു കൊച്ചു ലോകം. അവിടെ അമ്മയ്ക്ക് ഇരുട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചില്ലേ, അതുപോലെ ഇവിടെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറയാൻ പറ്റണില്ല. അതെന്താ, പേടിയാണോ? പേടിയല്ല, ഇവിടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ പഠിച്ചു വെച്ചതൊക്കെ മറന്നു പോകും. നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? ആ, അതുപോലെ സത്യസന്ധമായിട്ട് അവളോട് പോയി പറഞ്ഞാൽ മതി, അവള് സമ്മതിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്താ? അവൾ കേൾക്കുന്ന റെക്കോർഡിങ്സ് അല്ലേ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് എനിക്ക് അവളോട് പറയാനുള്ള പ്രപ്പോസലാണ്. എടാ, നിങ്ങൾ ഈ പാട്ടൊക്കെ ഇട്ടാണല്ലേ ഡാൻസ് കളിച്ചേ? ആ അതെ. ഷോ, ഇതൊക്കെ കേട്ടിട്ട് കാണാൻ കൊതിയാവുന്നു. റാണി, എന്നെ ഇതുവരെ കാണാത്ത ഒരാളുടെ ആഗ്രഹം സാധിക്കാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അനുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുമോ? പ്ലീസ്. ഞാൻ ശ്രമിച്ചു നോക്കാം. അനു, കുറച്ച് നേരത്തേക്ക് നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കാണണോ? എന്ത്? ഞാനിവിടെ എത്താൻ കാരണം ഒരു മാജിക്കാന്ന് പറഞ്ഞില്ലേ, ആ മാജിക്ക് വെച്ച് കുറച്ച് നേരത്തേക്ക് എനിക്ക് നിനക്ക് കാഴ്ച തരാൻ പറ്റും. അബി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കുറച്ച് നേരത്തേക്കെന്ന് പറയുമ്പോ എനിക്ക് കാണാൻ പറ്റുമെന്നോ? അതെ, കുറച്ച് നേരത്തേക്ക്. പക്ഷേ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കാണാൻ പറ്റും. പക്ഷെ എങ്ങനെ? നീ വേറൊന്നും ചെയ്യണ്ട, എൻ്റെ കയ്യിൽ പിടിച്ച് ആഗ്രഹിച്ചാൽ മതി. അബി, എനിക്കതിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. സംഭവിച്ചില്ലെങ്കിൽ അവളെ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്ന ഒരു പക്ഷെ ഇതാലോചിച്ചിട്ടായിരിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവളുടെ ആഗ്രഹത്തിലൊരു സത്യമുണ്ട്. അനു, എന്തുറ്റി? അബി, എനിക്കറിയാവുന്ന എല്ലാത്തിനും എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ ഭൂമിക്കും പിന്നെ നിനക്കും, അങ്ങനെ എല്ലാത്തിനും ആ രൂപം തന്നെ മതി അബി. അവളോട് മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോളാൻ പറയ്. അനു, നിനക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹിച്ചോ, നടത്താൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമ്മൾ എന്താഗ്രഹം? എന്താഗ്രഹമാണെങ്കിലും കുഴപ്പമില്ല, നീ ആഗ്രഹിച്ചോ.
പിന്നെ ഇവിടെ തന്നെയാ. പിന്നെ എന്നാ റാണിച്ചിരിക്കണേ? അനു, നീ ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചു, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നീ എന്താ ആഗ്രഹിച്ചത്? അത് പറയാൻ പറ്റില്ല, ചിലപ്പോ നടന്നില്ലേലോ. ഇവളിതെന്താ ഈ ആഗ്രഹിച്ചത്? റാണി, ഇവളെന്താ ആഗ്രഹിച്ചത്? അത് സമയമാവുമ്പോ അവൾ തന്നെ നിന്നോട് പറയും. ഏതായാലും നിന്റെ ആഗ്രഹത്തിന്റെ സമയം കഴിയാറായി. അതിനു മുമ്പ് നീ നിനക്ക് പറയാനുള്ളത് അവളോട് പറയും. അപ്പൊ അവളുടെ ആഗ്രഹം നീ അറിയും. എന്തായാലും എൻ്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞു. മറ്റൊരു വസ്തുവിൽ ഞാൻ ഉണ്ടാവും. ആരെങ്കിലും രക്താഭിഷേകത്തിലൂടെ എന്നെ സ്വാഗതം ചെയ്യുന്നത് വരെ. അയ്യോ, അപ്പൊ റാണി പോവാണോ? ഇവളെന്താ ആഗ്രഹിച്ചു? പൊക്കൂടെ? അതെന്തായാലും നീ അറിയും. ഇനിയും നിന്നെ കാണാൻ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല, മറിച്ച് ഹൃദയം കൊണ്ടറിയുന്നതാണ്. ഒരുപക്ഷെ ഞാൻ ഹൃദയം കൊണ്ടറിയുന്ന മൊമെന്റ്സിൽ ഏറ്റവും അടിപൊളി ഇതായിരുന്നിരിക്കണം. കേട്ട എല്ലാ വോയിസ് നോട്ട്സും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട പോലെ തോന്നി. താങ്ക്സ് അബി, കുറേ താങ്ക്സ്. അനു, ഞാൻ തന്ന ഗിഫ്റ്റ് നിനക്ക് ഒരുപാട് ഇഷ്ടമായോ? ഒരുപാട്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അനു, ഇതിങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജീവിതകാലം മുഴുവൻ എൻ്റെ കയ്യിൽ നിൻ്റെ കൈ ചേർത്ത് വെക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു. നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടമായില്ലെങ്കിൽ ഈ റെക്കോർഡിങ്സിൻ്റെ ഏറ്റവും അവസാനം നന്നായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, കൈ വേനിക്കുന്നു. സോറി. നിനക്ക് ഞാൻ പണ്ട് ഒരു ഗിഫ്റ്റ് തന്ന ഓർമ്മയുണ്ടോ? അന്ന് അതിൻ്റെ കൂടെ മറ്റൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള എല്ലാം എഴുതിയൊരു കത്ത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു നിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. സമ്മാനം വാങ്ങി ഒന്നും മിണ്ടാതെ നീ അവിടെ നിന്നും പോയി. അർഹിക്കാത്തത് അവ ആഗ്രഹിച്ചത് എന്നുള്ള എൻ്റെ പേടി പിന്നീട് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല. എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞാണോ നീ ഇന്നിങ്ങനെ ചെയ്തതും പറഞ്ഞതും എന്നൊന്നും എനിക്കറിയാം. അനു, നീ എന്താ ആഗ്രഹിച്ചത്? അബി, അത് വേഗം പറ. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 24 മിനിറ്റ് എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. എന്ത്? അന്ന് നീ പറയാൻ ആഗ്രഹിച്ചതെല്ലാം കേൾക്കാനായിട്ടേ ഒരു 24 മിനിറ്റ് ഞാനിവിടെ ഉണ്ടാവുമെന്ന്. ശരിക്കും? ശരിക്കും പറ, കേക്കട്ടെ. അന്ന് എഴുതിയ കത്തിലുണ്ടായിരുന്നത്, ഈ ലോകത്തിൽ തന്നെ ആദ്യമായി ആയിരിക്കും എഴുതുന്ന അക്ഷരങ്ങളോ വാക്കുകളോ എന്തിന് അതേത് നിറത്തിലാണെന്ന് പോലും അറിയാതെ ഒരു പ്രേമലേഖനം രചിക്കപ്പെടുന്നത്. ഒന്ന് മാത്രം അറിയാം, ഈ വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അതിനെൻ്റേതായ രൂപങ്ങളുണ്ട്, നിറങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴും നാം സംസാരത്തിൽ മുഴുകിയപ്പോഴും നിൻ്റെ ചിരിക്ക് ഞാൻ രൂപം നൽകിയ പോലെ, എന്നെ നോക്കി ചിമ്മുന്ന നിൻ്റെ കണ്ണുകൾക്ക് ഞാൻ നിറം നൽകിയ പോലെ, എൻ്റെ കൂടെ നീ ഉള്ളപ്പോൾ എനിക്ക് ഈ ലോകം തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓരോ തവണ നീ എൻ്റെ കൈ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ. മറുപടി ആഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ സ്വന്തം അനു.